വന്ന് ചേർന്ന ആ നാള് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹമാണ്. ഞാൻ പലവിധമായ ശരീരക്ലേശങ്ങൾ, എൻ്റെ ഭവനത്തിലെ ഒത്തിരി കഷ്ടതകളെ ഞങ്ങൾ അനുഭവിച്ചു. എന്നാൽ ആ സമയത്തെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി ദൈവമക്കളും കർത്തദാസന്മാരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീർന്നു. ഞങ്ങൾക്ക് വിടുതലായി. അത് എനിക്ക് നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കർത്താവ് ചെയ്ത നന്മകൾക്ക് എൻ്റെ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും ഞാൻ ദൈവനാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ഉണ്ടായിരിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനത്തിന് പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്നതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങളെ ദൈവം തന്നു. കിട്ടാത്ത വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ഇരുന്ന ഞങ്ങൾക്ക് 2008 മുതൽ ഞങ്ങൾക്ക് സ്വന്തമായി ഭവനമോ ഒരു സെന്റ് ഭൂമിയോ ഇല്ലാതെ ഞങ്ങൾ അലയുമായിരുന്നു. കൂടാരം മാറി മാറി അടിച്ച് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഞങ്ങൾ വരുവാനുണ്ടായി. എന്നാൽ ദൈവത്തിന്റെ വലിയ കരുണയുടെ കരം. അന്നേരം ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ഓർത്ത്, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നായിരിക്കും നടുവാൻ പോകുന്നത്, ഇവിടെ ആയിരിക്കും ഞങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് 2 കുഞ്ഞുങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കുവാനിടയായി. 2019 ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നത്, എൻ്റെ മോളുടെ ജോലിയോടനുബന്ധിച്ച്. എന്നാൽ ദൈവത്തിന്റെ വലിയ കരുണ, എവിടെ നിന്നാണോ ഇറങ്ങി തിരിച്ച് അവിടെ തന്നെ മടക്കി കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ അപ്പച്ചന് കരുണ തോന്നി. ഞാൻ കൂടുതലും ഈ രാവിലെയുള്ള മീറ്റിങ്ങിനല്ല എൻ്റെ പ്രാർത്ഥന വിഷയം പറയുന്നത്. ലേഡീസ് മീറ്റിങ്ങിന് ബിന്ദു സിസ്റ്ററോടും അന്നേരം കൂടെ ഇരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരിമാരോടാണ് എൻ്റെ കണ്ണുനീരിന്റെ സാക്ഷ്യവും കണ്ണുനീരിന്റെ വിഷയവും ഞാൻ പറയാറുള്ളത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവദാസിമാർ, പ്രത്യേകമായിട്ട് കർത്താവിന്റെ അഭിഷിക്തദാസി ബിന്ദു സിസ്റ്റർ വിഷയം തെരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ വർഷങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് ഇതിനകത്ത് കയറി വന്നതിന് ശേഷം ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കിടപ്പാടത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധകരം 2025 നവംബർ മാസത്തെ ഇടപെടുവാൻ ഇടയായി. ദൈവാത്മാവിന്റെ കൃപയാല് ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്ത് തന്നെ വണ്ടാനം കിഴക്ക് തന്നെ ഞങ്ങൾക്ക് അല്പസ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുവാൻ ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഇടയാക്കി. 1 രൂപ കയ്യിൽ വെച്ചുകൊണ്ടല്ല ആരംഭിച്ചത്. എന്നാൽ കർത്താവ് ശൂന്യത എന്ന് സകലം നിന്ന് നിറവേറ്റുന്ന ദൈവം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം നോക്കി പോകുന്നു എന്ന് പറഞ്ഞപ്പോ ജെയിനി ആന്റി ഇത്ര മാത്രം പറഞ്ഞു, അനേകം കുഴികൾ വെട്ടുവേന് ഹല്ലേലൂയ, കാറ്റ് കാണുകയില്ല, കോളും കാണുകയില്ല, എന്നാൽ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയുമെന്ന് ഇങ്ങനെ ഒരു ആലോചന എന്നോട് പറയുവാനിടയായി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. ഇന്ന് 3.25 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് 4 ലക്ഷം രൂപ കൊടുത്ത് അഡ്വാൻസ് എഴുതുവാൻ ഇടയായി. ബാക്കി ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാൽ ഞങ്ങള് ഏപ്രിൽ മാസം, മാർച്ച് ലാസ്റ്റ്, ഏപ്രിൽ 1 ഇടപാട് ചെയ്യുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ മോന്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം. ഈ 2026 ജാനുവരി 6-ാം തീയതി ആയപ്പോൾ ഹല്ലേലൂയ ആയി. എന്നാൽ അവനൊരു തലമുറയില്ലാതെ ഭാരപ്പെട്ടു. സ്വർഗത്തിലെ അപ്പച്ചൻ 2025 അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ തന്നെ അവൾക്ക് 6-ാം മാസമാ. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് കണ്ണുനീരോടെ ഞാൻ ഏതെല്ലാം വിഷയം ഒത്തിരി ഉണ്ട് പറയുവാൻ, സമയം പോരല്ലോ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ ചെയ്ത ഒത്തിരി അത്ഭുതങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശരീരമായൊക്കെ ഒത്തിരി ക്ലേശത്തിലൂടെ കടന്നു പോയപ്പോക്കെ പ്രാർത്ഥിച്ച ഹല്ലേലൂയ പ്രിയ ദേവദാസിമാരെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കും കടന്നു വന്ന് ഹല്ലേലൂയ മൗനമായി ഞാൻ ചിലപ്പോഴൊക്കെയും പ്രാർത്ഥന വിഷയം ഇരുന്ന് സ്തോത്രം പറയാറുണ്ട്. അതിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ വിടുതൽ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുന്നേൽക്കാറുള്ളത്. എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട ദേവദാസിമാർക്കും എൻ്റെ അപ്പം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ സല്ലായിരിക്കാൻ തന്ന കൃപകൾക്കായി സ്തോത്രം. ഈ പ്രയർ ഗ്രൂപ്പിൽ കടന്നു നേരിട്ട് 3 വർഷക്കാലമായിരിക്കുന്നു. അന്ന് മുതൽ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം ഭാരത്താൽ ആയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞാണെങ്കിൽ കോളേജിൽ പോകാതെ 2 വർഷക്കാലം ഭവനത്തിലായിരുന്നു. ഇവിടെ കടന്നു വന്നതിന് ശേഷം എല്ലാ കത്രാസന്മാരും എൻ്റെ ബിന്ദു സിസ്റ്ററും ഒക്കെ അയൽമാർക്കും സഹോദരങ്ങളും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ ലഭിക്കുകയും കുഞ്ഞു കോളേജിൽ കടവാൻ ഇടയാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാനാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഴുവാനിടയായി തന്നെ വേഗത്തിൽ ദൈവം എനിക്ക് സൗഖ്യം വെച്ച് എൻ്റെ പ്രിയ കത്രാസൻ തന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് വീട് സൗഖ്യം വെച്ചു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവന് മിഷന്റെ ഇടയിൽ വീട് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. വേഗത്തിൽ ദൈവം സൗഖ്യം വെച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അതെല്ലാം സംഭവിച്ചത്. അങ്ങനെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെറിയതും വലുതുമായ എല്ലാ വിഷയത്തിനും വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടി വിടുവിച്ചിട്ടുണ്ട്.
ഇന്ന് എനിക്ക് എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് വലിയൊരു താങ്ങും തള്ളുമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിരാശയായി മടങ്ങുവാൻ എനിക്ക് ദൈവം അനുവദിച്ചിട്ടില്ല. വലിയൊരു സങ്കേതമാണ് എൻ്റെ ഈ പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ ആരംഭം മുതൽ ഈ സമയം വരെയും എനിക്കൊരു ഭാഗവാക്കായി തീരുവാൻ ദൈവം എനിക്ക് സാവകാശം ഒരുക്കി തന്നു. എൻ്റെ കർത്തൃദാസന്റെയും അതുപോലെ തന്നെ ദൈവമക്കളുടെയും ഒക്കെ പ്രാർത്ഥന വലിയൊരു അനുഗ്രഹവും കാവലും കോട്ടയുമായിരുന്നു. തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. സ്തോത്രം. സാക്ഷ്യങ്ങൾ പറയുന്നവര് ഒരു മിനിറ്റ് കൂടുതൽ പറയല് ഒത്തിരി പേർക്ക് സാക്ഷ്യം പറയാനുണ്ടായിരിക്കും. പക്ഷെ 32 പേര് ഡിവൈസിലുണ്ട്. ഇപ്പൊ 32 പേര് ഈ അവസാന സമയം വരെ നിൽക്കണം. സാക്ഷ്യം പറഞ്ഞിട്ട് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് പോവല്ലേ, ബാക്കിയുള്ളവരും കൂടി കേൾക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാക്ഷ്യം തീർക്കണം വരെ 32 പേര് ഇതിനകത്തുനിന്ന് മാറല്ലേ, എല്ലാരും കേട്ടോണ്ടിരിക്കണം. ദൈവം ചെയ്ത വിടുതലിന്റെ കാര്യം, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികള് വേഗത്തിൽ പറഞ്ഞാട്ട്. പ്രൈസിനോട് 2 മാസത്തിന് മുന്നേ ഞാനാണെങ്കിൽ എൻ്റെ ലോൺ പെൻഡിങ് വന്നപ്പോൾ ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ട്. എനിക്ക് ഇന്ന് തന്നെ ലഭിക്കണം, ദൈവമക്കളും ദേവദാസന്മാരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉച്ചവരെ ആയപ്പോഴും എൻ്റെ കരങ്ങളിൽ ലഭിച്ചില്ല. വളരെ ഭാരത്തോടായിരുന്നു. കർത്താവ് 3 മണി സമയമായപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് ലഭിക്കുവാനുള്ള അത്രയും തുക എൻ്റെ കരങ്ങളിൽ എൻ്റെ ദൈവം തന്ന് അന്ന് 4 മണിക്കകം ആ പൈസ കൊണ്ടുവന്ന് അടയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. അതേപോലെ തന്നെ എനിക്കൊരു 20,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. അത് കൊണ്ടുപോയ വ്യക്തി ഒരു പ്രതികരണവും ഇല്ലാതെ ഞാൻ എഴുതി തള്ളിയ പൈസയായിരുന്നു. ഒരു രാവിലെ കാലം ഞാനിങ്ങനെ പ്രഭാത പ്രാർത്ഥനയും പറഞ്ഞു, ദേവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ പൈസ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പ്രത്യേകമായും പറയുവാൻ ദൈവം ചെയ്തത്. പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പ് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം കൂടുതലും ഓരോ ദിവസവും പുതിയ ശക്തിയും കൃപയും തന്നു എന്നെ നടത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാനവമഹത്വം കർത്താവിന്. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകി തന്നു. എൻ്റെ മോൻ കാരണമാണ് എനിക്ക് ബെൻസൺ പാസ്റ്ററിനെയും കുടുംബത്തെയും പരിചയപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചത്. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ വിഷയത്തിനും ദൈവം കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അന്നമോടെ വിവാഹം കഴിയുവാനും മോന് വിസ ലഭിക്കാനും ഒരുപാട് പ്രാർത്ഥിച്ചു. ഒരുപാട് ദൈവം ഇന്ന് അവനെ അവിടെ മാനിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അവന് ഒരു ഇതിനൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനുള്ള കൃപ ദൈവം കൊടുക്കണം. അതിനായിട്ടും എല്ലാം ഇത്രത്തോളം ദൈവം നടത്തി ഞങ്ങളെ. എൻ്റെ ഹസ്ബൻഡിനെ ദൈവം കാത്തു പരിപാലിച്ചു. എപ്പോഴും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഈ രാവിലെ സമയം പ്രാർത്ഥനയ്ക്ക് കയറുന്ന ഒരു സന്തോഷവും സമാധാനവുമാണ്. ആ ദിവസം ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. ഞായറാഴ്ച ദിവസം മാത്രം കയറാൻ പറ്റത്തില്ല, രാവിലെ ചർച്ചിൽ പോകണം. അതുകൊണ്ടാണ് അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിനായിട്ട് പോകും. എല്ലാ വിഷയങ്ങളും എന്നെ ഓർത്ത് എൻ്റെ സഭയ്ക്കും ഞാനൊരു അനുഗ്രഹമായി തീരുവാനും അനേകർക്ക് വേണ്ടി ഇടുവെന്ന് പ്രാർത്ഥിപ്പാനൊക്കെയുള്ള കൃപ ദൈവം നൽകി തരേണ്ടതിനായി എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവദാസനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 3 വർഷമായി ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട്. വളരെ വേദനയോടെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനിടയായത്. വളരെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ആൻറ്റിയെ പേഴ്സണലായിട്ട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാനിടയായി. പാസ്റ്ററും ആൻറ്റി ആ വിഷയം വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പലപ്പോഴും ഇനി ഇതിന് മറുപടി ലഭിക്കില്ല എന്ന് വിചാരിച്ച് ഞാനൊരു അടച്ച പുസ്തകം പോലെ വെച്ചൊരു വിഷയമാണ്. എന്നാൽ എൻ്റെ ദൈവം അതിന്മേൽ കഴിഞ്ഞ 2025 എന്താണ്ട് മധ്യഭാഗമായപ്പോഴേക്കും കർത്താവ് എനിക്ക് ആ വിഷയത്തിന്മേൽ അത്ഭുതകരമായൊരു വിടുതലൊരു മറുപടി അയക്കുവാനിടയായി തീർന്നു. എങ്കിലും ആൻറ്റിയോടും പാസ്റ്ററോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടെ. അത് രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അതിന്മേലും ഒരു മറുപടി ദിവസങ്ങളിൽ കർത്താവ് അയക്കണം. ഈ പ്രേയർസിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു, ഇന്നും അനുഗ്രഹമാണ്. അതുപോലെ എൻ്റെ ജസ്റ്റിമോൻ്റെ ജോലി സംബന്ധമാകുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പറഞ്ഞു. അവനെ ഒരു പ്രാവശ്യം കമ്പനി റിജക്റ്റ് ചെയ്തതാണ്. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് കുഞ്ഞ് വളരെ ഭാരത്തോടെ അവിടുന്ന് പോകുന്നത്. പക്ഷേ അവർ വീണ്ടും അവിടെ തന്നെ വിളിച്ചു. കഴിഞ്ഞ ദിവസം അവന് ആ ജോലിയിൽ അവന് അപ്പോയിൻമെൻ്റ് ലെറ്റർ സൈൻ ചെയ്ത് കൊടുക്കുവാനിടയായി തീർന്നു. ഓഫർ ലെറ്റർ, ഈ ജോലിക്കുള്ള ഇത് അവൻ സൈൻ ചെയ്ത് കൊടുത്തു. മറ്റേ റിസൈൻ ലെറ്റർ കൊടുത്തത് ഇതുവരെ അവരത് സ്വീകരിച്ചിട്ടില്ല. അത് അവന് എത്രയും പെട്ടെന്ന് അവരത് സ്വീകരിച്ച് കുഞ്ഞിൻ്റെ പാസ്പോർട്ടും പിന്നെ മറ്റ് ബയോഡേറ്റകളും കൃത്യമായി ലഭിക്കണം. ആ വിഷയം പ്രത്യേകം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും പിന്നെയും പറയുന്നു. അതുപോലെ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം നടുവേദനയാൽ ഞാൻ ഭാരപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വേദന എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എനിക്ക് ശ്വാസം വലിച്ച് മേൽപോട്ടും താഴേക്കും വിടാൻ വയ്യാത്തതുപോലത്തെ നടുവേദനയാണ്. ഞാൻ ഭാരപ്പെട്ടു. എനിക്ക് എമർജൻസി ആയിട്ട് എനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ മോളുടെ വിവാഹത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ
ചെയ്യുന്നത്. വളരെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു വിടുതൽ കർത്താവ് എനിക്ക് ആ വിഷയത്തിന്മേലും തരുവാനിടയായി തീർന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി വിടുതലുകൾ എൻ്റെ കർത്താവ് ജീവിതത്തിൽ അയച്ചു. അതുപോലെ ജെറുമോൻ്റെ സാലറിയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ കാര്യത്തിനും കർത്താവ് നീക്കുപോക്ക് തന്നു. അങ്ങനെ എന്തെല്ലാം വിഷയം ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിനെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുവാനിടയായി. ഇനി എൻ്റെ ഭാരമേറിയ വിഷയമാണ് സ്വന്തമായൊരു വീട്. അത് കർത്താവ് നിശ്ചയമായി നൽകും. എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തക്ക സമയമാകുമ്പോൾ അതും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെയും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജൂണാബർ വേഗത്തിൽ പറയണം. ജൂണാബർ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. വേഗത്തിൽ പറഞ്ഞാട്ട്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. കഴിഞ്ഞ ഒക്ടോബർ 25 14-ാം തീയതി എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. 2 കൈയും ഒത്തിരി ഫ്രാക്ചറായി. 2 മാസം ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം ഒത്തിരി വേഗത്തിൽ വിടുതൽ തന്നു. നിങ്ങളുടെ എല്ലാം ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അത്. എനിക്ക് മെയിനായിട്ടൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് എല്ലാ ആഴ്ചയും ബെൻസൺ പാസ്റ്ററുടെ ചർച്ചിൽ പോയി ആരാധിക്കാൻ പറ്റുന്നതാണ് എനിക്ക് കിട്ടിയ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ എനിക്ക് അടീൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ പ്രാർത്ഥന വിഷയം ആവശ്യപ്പെടുകയാണ്. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മോളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവളുടെ ഇൻ്റർവ്യൂ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം ശരിയായി വരും. നിങ്ങളെല്ലാം പ്രാർത്ഥന ഇത്രത്തോളം നിങ്ങളെല്ലാം പ്രാർത്ഥന അടീൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നിട്ട് ഇനിയും തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ഞാൻ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പോണ്ടിശ്ശേരിയിൽ അവർ സ്ഥിരമായിട്ട് താമസിക്കുമായിരുന്നു. ചേട്ടന് ഇങ്ങനെ വലിയൊരു അസുഖം വന്നിട്ട് സ്ട്രോക്കിലായി പോയിട്ട് ഇങ്ങനെ വെന്റിലേറ്ററിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ എങ്ങനെയോ ബിന്ദുവിൻ്റെ നമ്പർ എനിക്ക് കിട്ടി. ആ ബിന്ദുവിനെ വിളിച്ച് അന്നാണ് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബിന്ദുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ നാട്ടിൽ അവർക്ക് ഇവിടെ അവർ സ്ഥിരം അവിടെ ആയിരുന്നുകൊണ്ട് ഇവിടെ ഇടവകയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഇവിടെ റിലേറ്റീവ്സ് ആങ്ങളെയൊക്കെ പള്ളിയിലെ സെമിത്തേരി എവിടെയാണ് എവിടെയാണ് കുഴിച്ചിടേണ്ടതെന്നുള്ള അതിൽ അങ്ങനെയുള്ള ആലോചനകൾ 2-3 ചർച്ചിലൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹിന്ദുവായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചു. ചേട്ടൻ ജീവനോട് ആരോഗ്യത്തോടെ സ്റ്റിൽ ഇപ്പം കേരളത്തിൽ ഒരു വീട് പണിതവർ താമസിക്കുന്നു. എങ്കിലും അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നു. തുടർന്ന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥന. ജോയി എന്നാണ് ചേട്ടൻ്റെ പേര്. പിന്നെ എൻ്റെ മക്കളെ, എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അടിയൻ്റെ നിലനിൽപ്പ് എൻ്റെ മക്കളുടെ പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. കുടുംബമായിട്ട് രക്ഷയുടെ കടന്നു വരാനും കുഞ്ഞുങ്ങൾ വിടിക്കപ്പെടുവാനും തുടർന്നും പ്രാർത്ഥിക്കണം. അവരുടെ ജോലിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥന പിന്നെ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഗ്രൂപ്പിൽ കടന്നു വന്നതിന് ശേഷം ഞാൻ ഏതെല്ലാം വിഷയങ്ങൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം എനിക്ക് കർത്താവ് മറുപടി തന്നു. അതേപോലെ തന്നെ എൻ്റെ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ ക്യാൻസറിനാൽ ഭാരപ്പെട്ട്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഷൈനി. ഷൈനിക്ക് ക്യാൻസർ വന്ന 4th സ്റ്റേജാണ്. ഒരു കീമോയുടെ പോലും ആവശ്യമില്ലെന്ന് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ അവളിന്ന് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. അവളിന്ന് ജോലിക്ക് കടന്നു പോകുന്നു. അത് ഷൈനിയുടെ വിഷയം. അതുപോലെ തന്നെ ആമോസ് എന്ന് പറയുന്ന 19 വയസ്സുകാരന്, അവന് ഷുഗർ ഹൈ ആയി. അവൻ്റെ ഷുഗറിന് അവന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് അവൻ്റെ ഷുഗർ ലെവൽ ഏറ്റവും നോർമലായി. അവനിപ്പോൾ ഒരു നേരം മാത്രം ഇൻസുലിൻ എടുക്കുന്നു. ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവന് ഭയം കൊണ്ട് അവൻ ഇൻസുലിൻ എടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഈ സമയത്ത് ഞാൻ സാക്ഷീകരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം തന്നെയുമല്ല, എൻ്റെ വസ്തുവിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിനും ഈ ബിന്ദു സിസ്റ്ററുമായിട്ട് സംസാരിച്ചു. കൂട്ടം ഒന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആ വിഷയത്തിന് മറുപടി തന്നു. ഇതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയം, ഒരുപാട് വിഷയങ്ങൾ. നല്ല വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇനി മറുപടി കിട്ടാനുള്ള വിഷയങ്ങളുണ്ട്. അതിനും പൂർണ്ണമായിട്ട് മറുപടി തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്തായാലും എനിക്ക് ഗ്രൂപ്പ് വളരെ വളരെ അനുഗ്രഹമാണ്. എന്നാൽ എനിക്ക് ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് കയറാൻ പറ്റുന്നില്ല. അത് ശാരീരികമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. കൃത്യമായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബെൻസൺ പാസ്റ്റർ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സോനുവിന് വേണ്ടി ബന്ധുസ്റ്റും ഒക്കെ എല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവനൊരു ജോലി കിട്ടിയപ്പോൾ താൽക്കാലികമായിരുന്നു. അന്നേരം പാസ്റ്റർ എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട ആൻറ്റി, അത് സ്ഥിരമാകുമെന്ന്.
അതെന്തായാലും സ്ഥിരമായി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പം നൈറ്റാണ് അവന്റെ ടീം നൈറ്റാ ചെയ്യുന്നത്. അത് ഒരു ഡേ തന്നെ അല്ല, രണ്ടു മൂന്ന് അവർക്ക് അതനുസരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കണം. പിന്നെ അവനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൻ ആത്മീയമായിട്ട് മുന്നേറണം. ഈ ഗ്രൂപ്പ് എന്നാ കയറി എനിക്കറിയത്തില്ല. ബിൻസൺ മാസ്റ്റർ ഡയറക്റ്റായിട്ട് ഇവിടെ വീട്ടിൽ വരാനൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ബിന്ദുസ്റ്റ് എന്ത് കാര്യം ഉണ്ടായാലും അന്നേരം മെസ്സേജൊക്കെ ഇട്ട് തിരക്കാറുണ്ട്. അത് ഭയങ്കര അനുഗ്രഹമാണ്. അതിൽ ഈ പ്രാർത്ഥിക്കുന്ന ഈ ഗ്രൂപ്പിന് വേണ്ടി എന്നാ കയറി എനിക്കറിയത്തില്ല, 1.5 വർഷമായി കാണും. പക്ഷെ ഭയങ്കര അനുഗ്രഹമാണത്. ഇനി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സോനിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഭവനത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. ഒരു നാളും കൈവിടാത്ത ദൈവമാണ്, ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കർത്താവ്. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാനുള്ള സമയമുണ്ട്. 40ഓളം പേര് ഇപ്പോഴേ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് ഓടിപ്പോവില്ല. തീർച്ചയായിട്ടും ഇതെല്ലാവരും കേൾക്കണം. ദൈവനാമത്തിന് കാരണമായി തീരണം. ഒരു നാളും കൈവിടാത്ത ദൈവം, ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. ആ പ്രീത പാട്ടൊന്ന് പാടുന്നതായിരിക്കും. ഒരു നാളും കൈവിടില്ല.